മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസ് ഇന്ന് അവസാനിക്കും. പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും ഇന്നറിയാം. തീരുമാനം രാവിലെ 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ പുതിയ ജനറൽ സെക്രട്ടറി ആരെന്നതിലും അന്തിമ തീരുമാനം ഇന്ന്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിന്തുണ MA ബേബിക്ക് തന്നെ. കോഴിക്കോട് മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പിതാവ് അറസ്റ്റിലായത് അത്താണിക്കൽ ബീച്ച് സ്വദേശി ജാഫർ. കഴുത്തറുക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്ത് എലത്തൂർ പോലീസ്. മകൻ ജംഷീദ് ഗുരുതരാവസ്ഥയിൽ. ഇരുസഭകളും പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ നിയമമായി. ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം. രാഷ്ട്രപതി ഒപ്പുവച്ചതോടെ ബിൽ നിയമമാക്കി വിജ്ഞാപനമിറങ്ങും. നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉടൻ പുറത്തിറക്കും. ബില്ലിൽ അടിയന്തരമായി ഒപ്പുവച്ചത് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാരുടെ നിരാഹാര സമരം 17ാം ദിവസം. അനിശ്ചിതകാല രാപ്പകൽ സമരം 56ാം ദിവസത്തിലേക്ക്. ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യവുമായി സമരസമിതി മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അവ്യക്തത തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ തമിഴ്നാടിനും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലും ചക്രവാത ചുഴികൾ. തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഹർജി. CMRL ഹർജി നൽകിയത് ഡൽഹി ഹൈക്കോടതിയിൽ. ഹർജി ദില്ലി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നടപടി കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്തും ഹൈദരാബാദും നേർക്കുനേർ. മത്സരം 7:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. 3 മത്സരങ്ങൾ തോറ്റ ഹൈദരാബാദിന് മത്സരം നിർണായകം. തുടർച്ചയായ 3ാം ജയം ലക്ഷ്യമിട്ട് ഗുജറാത്ത്.